അങ്ങനെ ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ദഹ്റാൻ മാൾ വന്നതാണ്. ദഹ്റാൻ മാൾ ഖോബാറിലുള്ള ദഹ്റാൻ മാളിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഗേറ്റ് 1 അതിങ്ങനെ അങ്ങോട്ട് പോയാൽ ഗേറ്റ് 2. അങ്ങനെ ഒരുപാട് വിശാലമായ പാർക്കിംഗ്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. സൂര്യൻ്റെ ചെറിയൊരിതുള്ളതിന് ക്ലിയർ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതൊരു മറ്റൊരു ഭാഗമാണ്. അത് അൽബൈക്കാണ് കാണുന്നത്. ആ ചുവപ്പ് ഇതിൽ കാണുന്നത് അൽബൈക്കാണ്. നമ്മളെ ബ്രോസ്റ്റഡ് സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ. നല്ല അടിപൊളി കാഴ്ചകളുള്ള സ്ഥലമാണ്. പിന്നെ ഒരു ഭാഗം ഫുള്ള് ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല അടിപൊളി ഏരിയയാണ്. ഒരു ഭാഗം ഫുള്ള് ഹൈവേ ആണിത്. ഇങ്ങോട്ട് കയറി നല്ല ഹൈവേയിലെ കാഴ്ചകളൊക്കെ കാണാം. നല്ല അതിമനോഹരമായ വിശാലമായ റോഡുകൾ. അത് വരുന്നത് വലിയൊരു സിഗ്നൽ വിട്ടിട്ട് വരുന്നതാണ് വണ്ടികൾ. ഇവിടുന്ന് മാറി നിൽക്കട്ടെ, ഇല്ലെങ്കിൽ വണ്ടിക്കാർ നമ്മളെ കൊണ്ടുപോകും. പനകൾ, കാര്യങ്ങൾ, നല്ല ചെടി, ഇഷ്ടംപോലെ ചെടികളെല്ലാം ഉണ്ട്. അവിടെ വലിയൊരു സ്ക്രീനെല്ലാം ഇട്ട് കാണിക്കുന്നുണ്ട്. അത് അവിടുത്തെ പരസ്യങ്ങളാണെന്ന് തോന്നുന്നു. ഇതാണ് ദഹ്റാൻ മാൾ. കണ്ട 10,000 വണ്ടികൾക്ക് പാർക്ക് ചെയ്യുക. ഇതിൻ്റെ പിന്നിലും ഇതുപോലെ സൗകര്യങ്ങളുണ്ട്. എത്ര വണ്ടികൾക്ക് വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല അടിപൊളി കാഴ്ചകൾ. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു മാളുകൾ, ഒരു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ള അത്രയും സംവിധാനങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു 10 കൊല്ലമൊക്കെ കഴിയും. ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി നടന്നാൽ സമയം പോകുന്ന അറിയില്ല. നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്. വലിയൊരു ചൂടുമില്ല. തണുപ്പാണെങ്കിൽ സ്ട്രോങ് തണുപ്പൊന്നും ആയിട്ടില്ല. തണുപ്പ് വരുന്നുണ്ട്. 2 ദിവസമായിട്ടൊക്കെ രാവിലെ കുറഞ്ഞ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഒന്നും ചെയ്യാനൊന്നും സമയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ കിട്ടുന്ന രൂപത്തിലൊക്കെ ചെയ്യും. ഇതാണ് മെയിൻ ഗേറ്റ്. ഈ കാണുന്നതാണ് മെയിൻ ഗേറ്റ് നമ്പർ 1. വെയിലുള്ളത് കൊണ്ട് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. ഇന്ന് വ്യാഴാഴ്ചയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് ഒക്കെ ഉണ്ടായാലും വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാതെ അത്രയും തിരക്കാവും. ഇപ്പോൾ വലിയ തിരക്കായിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ളാവും വണ്ടികൾ. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റൊക്കെ ചെയ്താൽ നമ്മളും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആദ്യത്തെ പോലെ ഡെയിലി ലൈവൊന്നും ഇടാൻ പറ്റാറൊന്നുമില്ല. എത്രമാതിരി വണ്ടികളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പോന്ന് ഇവിടെ ഒരു സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ സിഗ്നൽ പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് സിഗ്നലാകുമ്പോഴത്തേക്കും 100-500 വണ്ടികളെല്ലാം വന്ന് അടിഞ്ഞു നിൽക്കും. ഇഷാറ വിടുന്ന സമയത്താണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ. ഒരു ഭാഗമൊക്കെ ഫുള്ള് ചെടികൾ. സിഗ്നൽ വിടുന്ന കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ബിൽഡിംഗ് ആണ്. കണ്ടാൽ കരുതുന്നത് എന്തിൻ്റെ ടാങ്കാണെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ടാങ്കുകളൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇതൊരു ബിൽഡിംഗ് ആണ്. എന്തോ ഒരു സംഭവമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ താഴെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലേക്കും ഓരോരോ പേരിൽ ഇതിലില്ലാത്തൊരു സാധനമില്ല.
ഇവിടെ വന്നാൽ നമുക്ക് കിട്ടാത്തൊരു സാധനം ഉണ്ടാവില്ല. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ വെയിലുള്ളതിനെ കൊണ്ട് അത്ര ക്ലിയർ അല്ല. പാർക്കിംഗ് കണ്ട, ആയിരക്കണക്കിന് വണ്ടികളാണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ സിഗ്നലിലെ കാഴ്ച കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. ഇതിപ്പോൾ ഒരു സിഗ്നൽ വിട്ടിട്ടുണ്ട്. സിഗ്നലിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വർക്ക് നടക്കുന്നൊരു ബിൽഡിങ്ങാണ്. സിഗ്നൽ വിട്ട് കഴിഞ്ഞാൽ തുരുതുരാ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കും. ആയിരക്കണക്കിന് വണ്ടികൾ ഒരു മിനിറ്റിൽ ഇവിടെ പാസ്സാവും. സിഗ്നൽ വിട്ട് വരുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. വലിയ വലിയ കൂറ്റം ബിൽഡിങ്ങുകൾ കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പോകും. ഈ റോഡ് നേരെ പോകുന്നത് കോബാറാണ്. കോബാർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല, ഒരു 7-8 കിലോമീറ്ററേ ഉള്ളൂ. ദഹ്റാൻ മാൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. ഓരോരോ ബിൽഡിങ്ങുകൾ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒരു സിഗ്നൽ വിട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പിക വിലയുള്ള ബൈക്കുകൾ പോണ കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഒരു സിഗ്നൽ വിട്ടിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇനി അടുത്ത സിഗ്നൽ അവിടെ വിടുമ്പോൾ ഇങ്ങോട്ട് വരുന്ന കാഴ്ചകൾ കാണാം, അതിമനോഹരമായ കാഴ്ചകൾ. ഇത് അങ്ങോട്ടായതിനെ കൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ഇല്ല കാണാൻ, മനസ്സിലായില്ലേ? ഒരു മിനിറ്റിൽ 10,000 കടന്നു പോകുന്നുണ്ട് വണ്ടിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ അൽബേക്കിൻ്റെ അടുത്ത് എത്തി നടന്നിട്ട്. കണ്ട, ഇതാണ് അൽബേക്ക്. അപ്പോൾ ആ സിഗ്നൽ വിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത സിഗ്നൽ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പല മോഡൽ കാറുകളും ഇങ്ങനെ കാണാം. നമ്മളെ നാട്ടിലൊക്കെ കാറുകൾ ഓരോരോ മൂട്ട പോലത്തെ കാറുകളാണ്. ഇവിടെ പിന്നെ പാവപ്പെട്ട ജനങ്ങളായതിനെ കൊണ്ട് ഇവർക്ക് കാറൊന്നും മേടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മളെ നാട്ടിൽ ഒരു മഞ്ചേരി കോഴിക്കോട് ബസ്സുകളൊന്നും അങ്ങനെ കാണൂല. ബസ്സുകളൊക്കെ ഉണ്ടാവും, നല്ല അടിപൊളി ബസ്സുകൾ. അതിടയ്ക്ക് ഇങ്ങനെ പോകും. ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഏതെങ്കിലും അജ്നബികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ദഹ്റാൻ മാളിൽ ഇന്ന് വന്ന കാഴ്ചകൾ ഇങ്ങനെ കാണുന്നു. ഇങ്ങനെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദിക്കല്ല കേട്ടോ, സൂര്യൻ അസ്തമിക്കും. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ 4:57 മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. 4:57 ആ സമയത്ത് ഇവിടെ ഇരുടാവും. 5 മണിയാകുമ്പോൾ ഇരുടാവും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണുള്ളത്. എന്നാൽ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കമൻ്റൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. തിരിച്ചും എല്ലാവർക്കും ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവുന്നതാണ്. എന്നാലും ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.